ആണ്. അപ്പോൾ നമ്മൾ വളരെ അടുത്താണ് ക്രിസ്മസിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ടാസ്കും ബൈബിൾ വേഴ്സും നോക്കാം കേട്ടോ. ടാസ്ക്: ഡു ഡീപ് ക്ലീനിങ് വിത്ത് യുവർ ഫാമിലി. പണി എടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മൊത്തം ആത്മക്കാരെന്ന് റോഡാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം ഗൈസ്. എന്തായാലും നമുക്ക് ബൈബിൾ വേഴ്സ് നോക്കാം. പീസ് ബി വിത്ത് യു. എളുപ്പമുള്ളതല്ലേ? ടാസ്ക് ഇച്ചിരി കട്ടിയായപ്പോഴത്തേക്കും ബൈബിൾ വേഴ്സ് കുറച്ച് എളുപ്പമുള്ള ബൈബിൾ വേഴ്സ് ആയി. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഒരു സെക്കൻഡിനുള്ളിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു ബൈബിൾ വേഴ്സ് ആണ് പീസ് ബി വിത്ത് യു. അതാണ് നമ്മുടെ ബൈബിൾ വേഴ്സ്, പീസ് ബി വിത്ത് യു. ടാസ്ക്: ഡു ഡീപ് ക്ലീനിങ്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ പോകാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ക്ലീനിങ് ഡേ. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ക്ലീനിങ് ചെയ്തത്. എന്തായാലും അവർ പറഞ്ഞത് എന്താണോ അത് തന്നെ ഞങ്ങൾ നമ്മുടെ ടാസ്കിൽ എന്താണോ പറഞ്ഞത് കറക്റ്റായിട്ടത് ഫോളോ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ സാധനങ്ങളും മാറ്റി മറിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി മറിച്ച് നന്നായിട്ടിരുന്ന സാധനങ്ങൾ വരെ എടുത്ത് മാറ്റി ഞങ്ങൾ നല്ല സാധനങ്ങൾ എല്ലാം ഒന്നേന്നേ ഞങ്ങൾ തുടങ്ങിയായിരുന്നു. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ആമിയാണെങ്കിലും ആദമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഓരോ പണിയിൽ ആ ദിവസം മൊത്തം ബിസി ആയിരുന്നു. അപ്പം നല്ല പാടുമായിരുന്നു. എന്നാൽ ഫാമിലി ആയിട്ട് ചെയ്യുമല്ലേ, നല്ല ഫണ്ണുമായിരുന്നു. അപ്പോൾ ദാ ഞങ്ങളുടെ ക്ലീനിങ് നിങ്ങൾ കാണുക. ക്രിസ്മസ് ട്രീ നന്നായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ 5 പേരും ഒരുപോലെ കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഇതാണ് ഇത് മൊത്തം. ഈ വീട് ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെ ഇങ്ങനെ ഇത്രയും ഡേർട്ടി അല്ല കേട്ടോ സാധാരണ. ഇത് ജസ്റ്റ് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആ സമയത്ത് എല്ലാം നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി എല്ലാം എടുത്ത് പുറത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അത്രയും വൃത്തികേടായിട്ട് കിടന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും അത് അടിപൊളിയായിട്ട് വൃത്തിയാക്കി. പിന്നെ നമുക്ക് ഡേ 19 കാണാം. ബൈ.